നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഡോറുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ മാർക്കറ്റിലുള്ള ഡോറുകളുടെ ഗുണങ്ങൾ, ദോഷങ്ങൾ, അത് എവിടെയൊക്കെ യൂസ് ചെയ്യണം, അതിൻ്റെ ബെനിഫിറ്റും ഡിമെറിറ്റുകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് ഒന്നും കൂടി സ്വാഗതം. നമ്മൾ മാർക്കറ്റിൽ കണ്ടുവരുന്നത് 9 ഇനം ടൈപ്പ് ഡോറുകളാണ് നമ്മൾ മാർക്കറ്റിൽ പൊതുവെ കണ്ടുവരുന്നത്. അതിൽ സ്റ്റീൽ ഡോറ്, വുഡൻ ഡോറ്, WPC, PVC, UPVC, സ്കിൻ ഡോറ്, മെംബ്രെയിൻ ഡോറ്, പിന്നെ FRB, പിന്നെ ഫ്ലഷ് ഡോറ്, അങ്ങനത്തെ ഒരു 9 ടൈപ്പ് ഡോറുകളാണ് നമ്മൾ മാർക്കറ്റിൽ പൊതുവായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ WPC. WPC പറഞ്ഞാൽ വുഡ് പോളിമർ കോമ്പോസിറ്റ്. WPC ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്, അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ ഇത് ചിതലരിക്കില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് 12,000 മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് WPC ഡോർസുകൾ. അപ്പം ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിന് കമ്പനി ഏകദേശം അത്യാവശ്യം നല്ല റേറ്റിൽ ഒരു 10 ഇയറൊക്കെ ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു മെറ്റീരിയലാണ് WPC. നമ്മൾ പൊതുവെ ബെഡ്റൂമിൻ്റെ ഡോറുകൾക്കാണ് നമ്മൾ പൊതുവെ WPC ഉപയോഗിക്കൽ. ബാത്റൂമിൻ്റെ ഡോറുകൾക്ക് നമ്മൾ WPC പൊതുവെ ഉപയോഗിക്കൽ കുറവാണ്. പിന്നെ വരുന്നതാണ് സ്റ്റീൽ ഡോർസ്. ഇതേമാതിരി തന്നെ ഏറ്റവും നല്ല ഒരു സേഫ്റ്റിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു ഡോറാണ് സ്റ്റീൽ ഡോർസ്. നമ്മൾ പൊതുവെ യൂസ് ചെയ്യൽ ഫ്രണ്ട് ഡോർ ആയിക്കൊണ്ടാണ് സ്റ്റീൽ ഡോർസ് നമ്മൾ യൂസ് ചെയ്യൽ. സേഫ്റ്റി കൂടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റും അത്യാവശ്യം കൂടുതലാണ്. ഏകദേശം 40,000 ആ റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡോറ് കട്ടിലടക്കമൊക്കെ വരുന്നത്. അപ്പം റേറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ഫ്രണ്ട് ഡോറിന് മാത്രം യൂസ് ചെയ്യലുള്ളൂ. പിന്നെ അത് ചിലരൊക്കെ നമുക്ക് റൂമിൻ്റെ ഏതെങ്കിലുമൊക്കെ ഡോറിന്, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറിനൊക്കെ ചിലരൊക്കെ യൂസ് ചെയ്യലുണ്ട്. പൊതുവെ ഇത് ഫ്രണ്ട് ഡോറ് മാത്രം യൂസ് ചെയ്യലുള്ളൂ. പിന്നെ വരുന്നതാണ് വുഡൻ ഡോർ. പിന്നെ പൊതുവായിട്ട് എല്ലാവർക്കും അറിയുന്ന ഡോറുകളായിരിക്കും വുഡൻ ഡോർ. ഇതേപോലെ തന്നെ റേറ്റ് കുറച്ച് കൂടുതലായ ഡോറുകളാണ് വുഡൻ ഡോറുകൾ. പിന്നെ വരുന്നതാണ് FRB ഡോറുകൾ. ഫൈബർ റീൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഡോറുകളാണ് FRB ഡോറുകൾ. FRB ഡോറുകൾ നമ്മൾ പൊതുവെ റൂമിൻ്റെ ഡോറുകൾക്കാണ് ഉപയോഗിക്കൽ. FRB ഒരു ഫൈബർ റീൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് FRB. ഇതിൻ്റെ കോർ അങ്ങനെയാണ് ഉണ്ടാക്കൽ. പിന്നെ നമുക്ക് പല ലാമിനേഷനും ചെയ്ത് വരുന്നുണ്ട്, പോളിഷും ചെയ്ത് വരുന്നുണ്ട്. അത്യാവശ്യം പല ഡിസൈനിലും നമുക്ക് ഇത് കിട്ടും. ഇതിൻ്റെ റേറ്റ് ഏകദേശം 1,500 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഇത് പൊതുവെ യൂസ് ചെയ്യുന്നത് ബെഡ്റൂമിൻ്റെ ഡോറുകൾക്കായാണ്. ബെഡ്റൂമിൻ്റെയും ബാത്റൂമിൻ്റെയും ഡോറുകൾക്കായും യൂസ് ചെയ്യാം. ഇത് പല ഡിസൈനിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ FRB ഡോറുമ്പോൾ നമുക്ക് ഗ്ലാസ് ഇങ്ങനത്തെ ഒക്കെ ഫിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ ചിതലരിക്കില്ല, പിന്നെ ഒരു മീഡിയം റേഞ്ച് ഒരു റേഞ്ചുള്ളൊരു ഡോറും കൂടിയാണ്. കമ്പനി ഒരു 10 വർഷമൊക്കെ ഗ്യാരണ്ടി കൊടുക്കുന്ന ഡോറും കൂടിയാണ് FRB ഡോറുകൾ. പിന്നെ വരുന്നതാണ് PVC ഡോറുകളും ഇതേമാതിരി തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ചിതലരിക്കില്ല. പിന്നെ PVC ഡോറുകൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വെയിറ്റ് കുറവായിരിക്കും. PVC ഡോർസ് നമ്മൾ പൊതുവെ ബാത്റൂമിൻ്റെ ഡോർസുകൾക്കാണ് ഉപയോഗിക്കൽ. ഇതൊരു 2,000-3,000 റേഞ്ചിലൊക്കെ കിട്ടും. ഒരു ചീപ്പായ ഡോറാണ്. പിന്നെ ഇതിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡിസൈന് അധികം കുറവായിരിക്കും. ഒരു കോമൺ ഡിസൈനിലാണ് UPVC ഡോർസുകൾ വരിക. PVC ഡോർസുകൾ വരിക. പിന്നെ ഉള്ളതാണ് UPVC, അൺപ്ലാസ്റ്റിസൈസ്ഡ് പോളി വിനൈൽ ക്ലോറൈഡ് ഡോർസ്. ഇതിൻ്റെ കോറ് സ്റ്റീൽ ഇങ്ങനത്തെ എന്തെങ്കിലും വെച്ചാൽ ഒരു ഫ്രെയിം ആയിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ UPVC കോട്ടിങ് വരുന്ന ഡോറുകളാണ്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോറാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്, പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ചിതലരിക്കില്ല. ഇതിൻ്റെ റേറ്റ് ഏകദേശം 1,500 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇത് ബാത്റൂം ഡോറുകളാണ് പൊതുവെ യൂസ് ചെയ്ത് കണ്ടുവരാറുള്ളത്. പിന്നുള്ളതാണ് സ്കിൻ ഡോർസ്. സ്കിൻ ഡോർസ് ഏകദേശം 3500, 3000, 2000 ആ റേഞ്ചിലൊക്കെയാണ് സ്കിൻ ഡോർസ് വരുന്നത്. ഇത് നമുക്ക് കുറേ ഡിസൈനിലൊക്കെ അവൈലബിൾ ആണ്. ഒന്നുകൂടി കാണാനൊരു അട്രാക്റ്റീവായ ഒരു 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 മെറ്റീരിയലാണ് സ്കിൻ ഡോർസ് വരുന്നത്.